ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ കാത്തിരുന്ന ഇലക്ഷൻ റിസൾട്ട് വന്നു. ഭൂരിപക്ഷം പേരും ആഗ്രഹിച്ച ഒരു വിജയം തന്നെയാണ് UDFന് കിട്ടിയത്. കാരണം ഭൂരിപക്ഷം പേരും ഈ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചതുകൊണ്ടാണല്ലോ 102 സീറ്റ് കോൺഗ്രസ്സിന് കിട്ടിയത്. അപ്പോൾ കൂടുതൽ ഈ കേരളത്തിലുള്ള ഒരുപാട് വ്യക്തികൾ ആഗ്രഹിച്ചിരുന്നു ഒരു ഭരണമാറ്റം എന്നുള്ളത്. വിജയിച്ച UDFും തോറ്റ LDFും നമുക്ക് കുറച്ച് പാഠങ്ങൾ തരുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആ പാഠങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാം. ഒന്നാമതായി, ലോകത്തിൽ ഇപ്പോൾ നിലവിലുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളിലും വെച്ച് ജനങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ഇത് ജനങ്ങളുടെ അഥവാ സാധാരണ ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്ന, അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യമാണ്. അപ്പോൾ ഈ ഒരു ജനാധിപത്യം നമ്മൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ശരിക്കും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങൾക്ക് ഭാഗവാക്കാവാൻ പറ്റുക എന്ന് പറയുന്നത് അത് ജനങ്ങളുടെ അന്തസ്സും ജനങ്ങളുടെ ജീവിത നിലവാരവും ഒരുപാട് ഉയർത്താൻ സഹായിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടെങ്കിൽ, ജീവിത നിലവാരം ഉയരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാര്യം ഈ ജനാധിപത്യ വ്യവസ്ഥിതിയാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ജനാധിപത്യത്തിന്, ഇല്ല എന്ന് പറയുന്നില്ല. എങ്കിൽ തന്നെയും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. തങ്ങൾ ഭരിക്കുന്ന നേതാക്കന്മാർക്ക് തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അവരുടെ ഒരു ടേൺ വരുമ്പോൾ അവരെ മാറ്റാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് 10 വർഷം ഭരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ ചില തെറ്റായ നയങ്ങൾ കൊണ്ടോ തെറ്റായ സമീപനം കൊണ്ടോ ആൾക്കാർ മാറ്റിയിട്ട് അടുത്തൊരു ഭരണ സംവിധാനത്തിനെ, അതായത് UDFനെ ഭരണത്തിലേക്ക് കയറ്റിയത്. അപ്പോൾ UDFന് പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ UDFൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി UDFൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഈ ജനങ്ങൾ തന്നെ മാറ്റും. അതാണ് ജനങ്ങളുടെ മനസ്സെന്ന് പറയുന്നത്. അപ്പം ജനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ജനങ്ങളുടെ കൂടുതൽ ജനങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു, അല്ലെങ്കിൽ അവരുടെ ഒക്കെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണ സംവിധാനമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഈ ഒരു അടുത്തൊരു ഇലക്ഷനും ജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം LDFനെ സംബന്ധിച്ച് 10 വർഷക്കാലം അവർക്ക് ഭരിക്കാൻ പറ്റിയെന്ന് പറയുന്നത് അവരുടെ ഒരു വലിയൊരു മികച്ച വിജയം തന്നെയാണ്. പക്ഷേ ഒരു മൂന്നാമത്തെ ടേൺ ആയപ്പോഴത്തേക്ക് പറ്റിയില്ല. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ UDFന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എങ്കിൽ പോലും അവരെ മികച്ച ഒരു രീതിയിലൊരു സംഘടനാ രീതിയിലൊക്കെ അവർക്കൊരു മികച്ച ഒരു പ്രവർത്തനം അവർ ഈ വർഷം കാഴ്ചവെച്ചു എന്നുള്ളത് വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. UDFൽ ഇങ്ങനെ ഒരു നല്ല നേതൃനിര ഉണ്ടായിരുന്നു. അതായത് VD സതീശന്, രമേശ് ചെന്നിത്തല, ശശി തരൂർ, മുരളീധരൻ തുടങ്ങിയ കഴിവുള്ള അനുഭവജ്ഞാനമുള്ള നേതാക്കളുണ്ടായിരുന്നു. അവരെല്ലാം ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവർക്കിടെ ഇടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പുറമേ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പുറമേ കണ്ട് എങ്കിൽ പോലും അവരെല്ലാം ഒരുമിച്ച് നിന്നു. പക്ഷേ LDFൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നില്ല. അതായത് എന്നാൽ LDF കഴിവുള്ള എല്ലാ നേതാക്കന്മാരെ അവഗണിക്കുകയോ അവർക്ക് അവസരങ്ങൾ നൽകാതെയോ മാറ്റി നിർത്തി ഒരു 1 man ഷോ സ്റ്റൈല് പോലെയായിരുന്നു ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എപ്പോഴും എവിടെ നോക്കിയാലും പിണറായി വിജയൻ്റെ ഫോട്ടോ മാത്രം, പിണറായി വിജയൻ്റെ വലിയ ഫ്ലെക്സ് മാത്രം. ഒരുപക്ഷെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണില്ല. കാരണം അല്ലെങ്കിൽ കുറച്ച് നേതാക്കന്മാർ അതിനകത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാളും ഒരു മികച്ച റിസൾട്ട് വന്നേനെ. LDFൽ ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. അതായത് തോമസ് ഐസക്ക്, അതുപോലെ ഒരുപാട് നല്ല നേതാക്കന്മാർ. പക്ഷെ അവരെയൊക്കെ മാറ്റി നിർത്തി. അവർക്കൊന്നും ഒരു അവസരം പോലും കൊടുക്കാൻ, അവർക്ക് ഒരു മത്സരിക്കാൻ പോലും അവസരം കൊടുക്കാതെ അവരെയൊക്കെ മാറ്റി. ഷംസീർ, ഇവരൊക്കെയൊക്കെയുള്ള നേതാക്കന്മാർക്കൊക്കെ അവർ അവസരം പോലും കൊടുത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ എപ്പോഴും കോൺഗ്രസ്സിനകത്ത് ഉള്ളിൽ പ്രശ്നമാണ് എന്ന് പറയും. പക്ഷേ കോൺഗ്രസ്സിൻ്റെ ഉള്ളിൽ പ്രശ്നം അത് പുറമേ കാണാം. പക്ഷേ ഈ LDFിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ ആരും പുറത്തു പോലും പറയില്ല. അപ്പോൾ അത്രമാത്രം അവരിങ്ങനെ കടിച്ചമർത്തി വെക്കുക. ഒരാളുടെ ഇതൊരു പ്രശ്നമാണ്, രാജാവ് നഗ്നനാണെന്ന് പറയാൻ പോലുമുള്ളൊരു ധൈര്യം ഇല്ലാത്ത ഒരു പാർട്ടിയായി പോയി LDF. പക്ഷേ കോൺഗ്രസ്സിലാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് പുറത്ത് പറയും. അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആവണം എന്ന് പറഞ്ഞ് എല്ലാവരും പറയും. പക്ഷേ അത്
അതൊരു ഒരുപക്ഷെ ഒരു ജനാധിപത്യ രീതിയാണ്. പക്ഷേ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഒരാളെ പേടിച്ച് കഴിയുന്ന ഒരു രീതി, അതൊരു പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. പിന്നെ എൻ്റെ വ്യക്തിപരമായ രീതി കാരണം പറഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഞാനൊരു വലിയൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അതിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് അതിനൊരു പ്രധാന കാരണം ഈ LDF ഗവൺമെൻറ് 10 വർഷമായിട്ട് ഭരിക്കുന്നതാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ഈ LDF ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ ഒരു ജോലിയുടെ അവസ്ഥ ഇങ്ങനെ ആവത്തില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ ജോലിയൊക്കെ പാസ്സായി എനിക്ക് സാലറിയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വന്നേനെ. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു ഗവൺമെൻറ് മുഖാന്തരം ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ടായിരുന്നു. അല്ല, അത് ഒരു ആരോടൊന്നും പറയാൻ പോലും പറ്റത്തില്ല, ഒരു നേതാക്കന്മാരോട് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാ നേതാക്കളും അപ്രോച്ചബിളാണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നേതാവിനോട് പറയാൻ പറ്റും. പക്ഷേ ഈ LDFനെ സംബന്ധിച്ച് ഒരു നേതാക്കളോട് നമുക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പഞ്ചായത്ത് മെമ്പറോട് പോലും ഒരു LDFൻ്റെ ഇത് പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ആൾക്കാർ ആൾക്കാരോട് നമുക്ക് ചെന്ന് പറയാം. ഇപ്പോൾ ഒരു MLA അല്ലെങ്കിൽ MP, ഞങ്ങളുടെ ഇപ്പോഴത്തെ MLA വിഷ്ണുനാഥാണ്. അപ്പോൾ വിഷ്ണുനാഥിനോടൊക്കെ നമുക്കൊരു ഇതുണ്ട്, നമുക്ക് ചെന്ന് പറയാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഇലക്ഷന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ കാലവും എല്ലാവരും ഒരേപോലെ ചിന്തിക്കില്ല, ചിന്തകളും അഭിപ്രായങ്ങളൊക്കെ മാറും. അപ്പം സുധാകരൻ സാർ തന്നെ LDFിൻ്റെ വലിയൊരു നേതാവായിരുന്നു. അദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ നിന്ന് മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആ ഒരു ഇതിലൂടെ വന്നില്ലേ. അപ്പോൾ അന്നേരം അണികളുടെ കാര്യം പറയണം. അപ്പോൾ നേതാക്കൾക്ക് മാറാമെങ്കിൽ ഇത്രയും ഒരുപാട് ആശയങ്ങൾ അല്ലെങ്കിൽ LDF വളർന്ന് LDFിൻ്റെ കൊടി പിടി സ്ഥിരം കോൺഗ്രസ്സുകാരോ സ്ഥിരം കമ്മ്യൂണിസ്റ്റുകാരോ സ്ഥിരം BJPക്കാരോ ഒന്നുമില്ല. ജനങ്ങളെന്ന് വെച്ചാൽ ഞാനായാലും ഇന്ന ഒരു പാർട്ടി തന്നെ എപ്പോഴും വോട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് എങ്ങനെയാണോ പേഴ്സണലി എനിക്കറിയുന്ന നേതാവ് ആരാണോ, അല്ലെങ്കിൽ എനിക്ക് അവരോട് പരിചയമുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയാണ് നമ്മൾ വോട്ടൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസ് അങ്ങനെയൊന്നുമില്ല നമ്മൾ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നത്. അപ്പോൾ നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തുക, ആ ഒരു നല്ല ലീഡർ ഉണ്ടെങ്കിൽ. അപ്പോൾ VD സതീശൻ്റെ കാര്യം പറയേ വേണ്ട, നല്ലൊരു മികച്ച ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിങ് ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ നോക്കിയാൽ എന്ത് വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു കേരളത്തിന് നല്ല രീതിയിൽ മികച്ച ഒരു രീതി, അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ ഒരു നല്ല രീതിയിൽ അദ്ദേഹത്തിന് കേരളത്തെ ഭരിക്കാൻ പറ്റും, നല്ലൊരു നേതാവായിരിക്കും, നല്ലൊരു മുഖ്യമന്ത്രി ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ നല്ല കാഴ്ചപ്പാടുള്ള നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ നല്ലൊരു ഭാവിക്ക് ഉതകുന്ന ഒരു വ്യക്തി തന്നെയാണ് VD സതീശൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ആയാലും ഒരുപാട് നേതാക്കന്മാർ ഇപ്പോൾ കോൺഗ്രസ്സിന് ഉണ്ട്. തന്നെയല്ല, യുവനേതാക്കളും അടിപൊളി യുവനേതാക്കളാണ്. PC വിഷ്ണുനാഥിനെ പോലുള്ളവരും അതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ, ഇവരെയൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം അത്രയും കരുത്തുള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്. നല്ല നേതാക്കന്മാരൊക്കെ ഇപ്പോൾ ഇതുണ്ട്. പക്ഷേ LDF മറുവശം നോക്കുകയാണെങ്കിൽ ഒരു നല്ല യുവജന നേതാവില്ല, ആകെപ്പാട് ഒരു പിണറായി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാർക്ക് വോട്ട് ചെയ്യില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ LDF വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഹാർഡ് കോർ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളവർ. അവർക്കൊക്കെ ഒരുപാട് വിഷമമായിരിക്കും ഇങ്ങനെ റിസൾട്ട് വരുമ്പം. പക്ഷേ അവരൊന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഒരുപക്ഷെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ഈ ഒരു വിജയത്തെ അംഗീകരിക്കുക, അവർ മനസ്സിലാക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരുള്ളത് ഇപ്പം കോൺഗ്രസ്സിലാണെന്ന് തോന്നുന്നു. കാരണം അവരുടെ ഒരു ലൈനെന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ലൈനാണ്. പ്രത്യേകിച്ച് VD സതീശൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾ ആണ് ഇപ്പം മികച്ച നല്ലൊരു ഇടതുപക്ഷം, ഞങ്ങളാണ് ഇടതുപക്ഷത്തിന് ചിന്തിക്കുന്നതെന്നൊക്കെ. അപ്പം ഇടതുപക്ഷത്തെ നല്ല നേതാക്കന്മാരെല്ലാം ഇപ്പം കോൺഗ്രസിൻ്റെ കൂടെ. അപ്പം തീർച്ചയായിട്ടും ആൾക്കാർ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസ്സിൽ ആയെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ്സായി. അപ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതിന് എതിരെ പറയാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഈ ഒരു പ്രതികരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഈ വർഷത്തെ ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. ആരും വിഷമിക്കേണ്ട. ഇനി അടുത്ത വർഷം ഈ UDF നല്ല രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും LDF തന്നെ വരും. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. നല്ലൊരു പ്രതിപക്ഷമാകാൻ LDFനും സാധിക്കട്ടെ. നല്ലൊരു ജനാധിപത്യം നമ്മുടെ കേരളത്തിനും ഇന്ത്യയിലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റട്ടെ. ജനങ്ങളുടെ എല്ലാ ഇഷ്യൂസിനകത്തും ഇടപെടാൻ കോൺഗ്രസ്സിലെ ഓരോ നേതാക്കൾക്കും സാധിക്കട്ടെ. ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഭരിക്കാൻ UDFനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അപ്പം LDF ഇനിയും ഈ കൊടി പിടിച്ച് സമരം ഇപ്പോൾ ഇനിയും ഓരോരോ സമരം തുടങ്ങും. പക്ഷേ എങ്കിലും നല്ലൊരു മികച്ച രീതിയിൽ ഒരു നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ UDFനാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞ എൻ്റെ ഈ അഭിപ്രായം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്കറിയാം എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ എഡിറ്റിംഗ് പ്രോബ്ലംസൊക്കെ. എന്നാലും സാരമില്ല. ഓക്കെ, ബൈ.